വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സോമശേഖരൻ്റെ വീട്ടിലേക്ക് ശിവനും പിന്നെ കമലിനും കൂടി ജീപ്പിലെത്തുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വീടിങ്ങനെ വാതിലിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. അന്നേരം ഇത് തന്നെയാണ് സോമശേഖരൻ്റെ വീടല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇന്നത്തോടെ അവൻ്റെ കയ്യിൽ നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് കാശ് മുഴുവൻ വാങ്ങിച്ചെടുക്കണം, ഇതില്ലെങ്കിൽ ഇത് നമുക്ക് പണിയാവും, ഇയാൾ ഒരിക്കലും തരില്ല എന്നൊക്കെ ഇങ്ങനെ കമലം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജോലിയല്ലേ, എന്നാലും ഇതങ്ങോട്ട് വാങ്ങിച്ചെടുക്കാം, നീ എന്നാൽ വാതിലേക്ക് തട്ടിക്കെന്ന് പറയുകയാണ്. അന്നേരം കമലം ചെന്ന് വാതിൽ 5-6 തവണ തട്ടി മുട്ടി വിളിക്കുന്നുണ്ട്, ചേച്ചി സോമശേഖരൻ സാറേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും അങ്ങോട്ട് വാതിൽ തുറക്കുന്നില്ല. അന്നേരം ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ബാറിൽ തിരക്കിയപ്പോൾ കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോയെന്നല്ലേ അറിഞ്ഞത്. അപ്പോൾ ഇനി കഴിച്ചിട്ട് ഇനി അകത്തെങ്ങാനും കിടക്കുകയായിരിക്കുമോ എന്നിങ്ങനെ കമല സംശയം പറയുകയുണ്ട്. അന്നേരം ഒന്നും കൂടി വിളിച്ച് നോക്കുക എന്ന് പറഞ്ഞ് 2-3 തവണ വീണ്ടും വിളിക്കുമ്പോൾ സോമശേഖരൻ്റെ ഭാര്യ വന്ന് വാതിൽ തുറക്കുകയാണ്. അന്നേരം എന്താ എന്ന് ചോദിക്കുമ്പോൾ സോമശേഖരൻ സാറില്ലേ എന്നിങ്ങനെ കമലം ചോദിക്കുകയാണ്. അന്നേരം ശിവൻ ജീപ്പിൽ ഉള്ളിൽ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. അന്നേരം അതിനുശേഷം പണത്തിൻ്റെ ഇടപാടാണ് എന്നിങ്ങനെ പറയുമ്പോൾ കിടക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ചെന്ന് ശിവൻ വന്നിരിക്കുന്നു എന്ന്, എൻ്റെ പേര് പലിശപ്പണം പിരിക്കാൻ ശിവൻ വന്നിരിക്കുന്നു എന്ന് എൻ്റെ പേര് പറഞ്ഞ് അറിയാമെന്ന് പറയുകയാണ്. അന്നേരം ഇത്തിരി കഴിച്ചിട്ടാണ് കിടക്കുന്നത് എന്നിങ്ങനെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്നിങ്ങനെ ഈ ഭാര്യ പറയുമ്പോൾ എൻ്റെ പേരങ്ങ് പറഞ്ഞാൽ മതി, നന്നായിട്ട് മനസ്സിലാക്കിക്കോളും, ചെന്ന് എന്ന് പറയുകയാണ്. അതിനേക്കാൾ ആളിത്തിരി ചൂടനാണെന്ന് ഈ ഭാര്യ പറയുമ്പോൾ അതിനേക്കാൾ ചൂടനാണ് ഞാൻ, അങ്ങ് പോയി പറഞ്ഞാൽ മതി എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം ഭാര്യയാണെങ്കിൽ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം സോമശേഖരനാണെങ്കിൽ കട്ടിൽ എഴുന്നേറ്റിരിക്കുകയാണ്. അന്നേരം പറയും, നിന്നോട് ആര് പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന് പറയാമെന്നും പറഞ്ഞ് സി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം അല്ലെങ്കിൽ അവരിങ്ങോട്ട് അകത്തേക്ക് കയറി വരും, ഇപ്പോൾ തുടങ്ങിയ പോലെ ഞാൻ നിങ്ങളെ വിളിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവനെ എന്നെ കല്യാണം വിളിക്കാൻ വന്നിരിക്കുന്നതല്ല, പണം വാങ്ങിക്കാനാണ്, നിൻ്റെ കയ്യിലുണ്ടോ കൊടുക്കാമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എന്തിനു കൊടുക്കണം, എന്നോട് ചോദിക്കൂ എന്നുള്ളതുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കമലിനങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. ശിവനാണെങ്കിൽ ജീപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അന്നേരം സോമശേഖരനാണെങ്കിൽ ഭാര്യയെ തല്ലുന്നുണ്ട്. അന്നേരം ഇവരാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം പിന്നെ ഭർത്താവിനെ ഒറ്റ കൊടുക്കുന്നോടി, പോയി പറയടി അവിടെ ഞാനിവിടെ ഇല്ല എന്നുള്ള പറയടി എന്ന് പറയുകയാണ്. അന്നേരം അല്ലെങ്കിൽ അവർ എന്നെ അകത്തേക്ക് കയറി വരൂ എന്ന് പറയുകയാണ്. അന്നേരം മര്യാദയ്ക്ക് പോയി പറയടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്താണെന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ വഴക്ക് കൂടുകയാണെന്ന് കമലിനിങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ശിവനും ആ വാതിലിൻ്റെ അങ്ങോട്ട് ചെന്ന് നിൽക്കുന്നുണ്ട്. രണ്ടാമതും ഈ ഭാര്യ അയാൾ തല്ലുന്നുണ്ട്. പോയി പറയടി, മര്യാദയ്ക്ക് പോയി പറയടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പിടിച്ച് തള്ളുകയാണ്. അന്നേരം ഈ ഭാര്യ വന്ന് പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് പറയുകയാണ്. അധികം കഴിച്ചിട്ട് കിടക്കുകയാണെന്ന് പറയുമ്പോൾ എഴുന്നേക്കാൻ വയ്യാത്ത ആൾ കൈനീട്ടി അടിച്ച പാട് ഇടതേ കവളിൽ നല്ലതായിട്ട് ചുമന്ന് കിടക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ വിഷമത്തോടെ നോക്കുകയാണ്. എന്നിട്ട് ഏത് റൂമിലാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശിവനാണെങ്കിൽ റൂമിനകത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നിന്നോട് ആര് പറഞ്ഞു ഇതിനകത്തേക്ക് കയറി വരാമെന്നും പറഞ്ഞിട്ട് സോമശേഖരൻ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം മര്യാദയ്ക്ക് എൻ്റെ കാശെടുക്കുമെന്ന് പറയുമ്പോൾ യൂണിഫോമിനോടാണ് നീ കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിൻ്റെ കുടുംബം ഞാൻ കുളം തോണ്ടിക്കുമെന്ന് പറയുമ്പോൾ കാശ് വാങ്ങിച്ചിട്ടേ ശിവൻ പോകുന്നുള്ളൂ, എന്നാൽ പിന്നെ ഒന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് സോമശേഖരനെ ഷർട്ടിന് കുത്തി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് സെറ്റിയിലേക്ക് അങ്ങോട്ട് തള്ളുന്നുണ്ട്. അയാൾ അങ്ങോട്ട് വീഴുകയാണ്. എന്നിട്ട് അങ്ങോട്ട് തല്ലാനായിട്ട് പോകുമ്പോൾ ഭാര്യ ഇടയ്ക്ക് കയറുന്നുണ്ട്. അയ്യോ തല്ലല്ലേ, ഉപദ്രവിക്കല്ലേ എന്ന് പറയുകയാണ്. അന്നേരം രണ്ട് കൊള്ളട്ടെ പെങ്ങളെ എന്നിങ്ങനെ കമലം പറയുകയാണ്. അനുവിനെ ശിവനും ആ പെങ്ങളെന്ന് വിളിക്കുന്നുണ്ട്. അടി കൊണ്ട പാട് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലേ എന്നിങ്ങനെ കമലം ചോദിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഭാര്യ അങ്ങോട്ട് സോമശേഖരൻ പിടിച്ചു മാറ്റുന്നുണ്ട്. നീ അങ്ങോട്ട് മാറി നിൽക്കേണ്ടി, ഇത് ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് അവരെ പിടിച്ചങ്ങോട്ട് തള്ളുകയാണ്. അന്നേരം ശിവൻ ഇതൊക്കെ കണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് മര്യാദയ്ക്ക് കാശെടുക്കുന്ന യൂണിഫോം ഇട്ടവനോടാണ് നിൻ്റെ കളി എന്ന് പറയുമ്പോൾ, ഞാനാണെങ്കിൽ നിങ്ങളെക്കാൾ തോളിൽ നക്ഷത്രമുള്ളവരെ തല്ലി തന്നെയാണ് എൻ്റെ ശീലം, അതുകൊണ്ട് കാക്കിയുടെ ഗുണാധികാരമൊന്നും എന്നോട് പറയാൻ നിൽക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ കമലിനിങ്ങനെ ഇതൊക്കെ എല്ലാം അങ്ങോട്ട് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അതിനാണെങ്കിൽ വീണ്ടും തല്ലാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുമ്പോൾ ഈ ഭാര്യ ഇടയ്ക്ക് ഓടിക്കണം. എന്നിട്ട് അയ്യോ ഒന്നും ചെയ്യല്ലേ, പണത്തിന് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ കഴുത്തിൽ കിടന്ന മാല ഊരി ശിവന് നേരെ നീട്ടുക, ഇത് വിറ്റോ പണയം വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോ, ഉപദ്രവിക്കല്ലേ എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ പറയുകയാണ്, ഇതേ കണ്ടോടോ, തന്നെ അടിമയായിട്ട് കിടക്കുകയാണെങ്കിൽ അവർക്ക് തന്നോടുള്ള സ്നേഹം കണ്ടോ, എന്നിട്ട് താനാണെങ്കിൽ കാണിക്കുന്നത് എന്തോ അവരെ തല്ലുകയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പെങ്ങളെ മാല കഴുത്തിൽ തന്നെ ഇട്ടോ, അതവിടെ തന്നെ കിടന്നോട്ടെ, പക്ഷേ ഇനി നിങ്ങളാണെങ്കിൽ സോമശേഖരനോടാണ് പറയുന്നത്, ഇവരെ ഇനി തല്ലിയെന്ന് ഈ പെങ്ങളെ തല്ലിയെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ അവരുടെ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചോദിക്കാനുണ്ടാകും, ചവിട്ടി കൂട്ടും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം സോമശേഖരൻ നിന്നെയൊക്കെ ഞാൻ കാണിച്ചത് അതിൻ്റെ ഫലം നീ അറിയും എന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ഈ ശിവനാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, പണം കൊടുത്തതാണെങ്കിൽ വാങ്ങിച്ചെടുക്കാനായിട്ട് എനിക്കറിയാം, ഇനി ഞാൻ ഒരു വരവ് കൂടി വരും, അന്ന് നിങ്ങളുടെ ജീവൻ അങ്ങോട്ട് ഞാൻ എടുക്കും, പിന്നെ സർവീസിൽ പോലും ഉണ്ടായിരിക്കില്ല, മൃതദേഹമാണെങ്കിൽ ഇവിടെ
പൊതുദർശനത്തിന് വെക്കണോ അതോ സെമിത്തേരിയിൽ അവിടെ വെക്കണോ എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഈ കമലിനാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. ഈ വിഷ്ണു ആണെങ്കിൽ ഒരിക്കൽ ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ നിന്ന് പൈസ വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോൾ അവർ കുട്ടിക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ പൈസ പതിയെ തന്നാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും പൈസ കൊടുത്തില്ല. ആ ഒരു രംഗം കമലിനിങ്ങനെ ആലോചിക്കുമ്പോൾ അന്ന് വിഷ്ണു ആണെങ്കിൽ ആ ഒരു പള്ളിയിലച്ഛൻ്റെ വേഷത്തിൽ വേദപുസ്തകമായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, അതേപോലെ ശിവനെ കാണുകയാണ്. ആ ഒരു സ്ത്രീയോട് ഭാര്യയോട് സംസാരിക്കുമ്പോൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ആ ഒരു വിഷ്ണു അത് നിൽക്കുന്നത് പോലെ വിഷ്ണുവിൻ്റെ ആ ഒരു വേഷം. പക്ഷേ ഇവിടെ ശിവനാണെങ്കിൽ പള്ളിയിലച്ഛൻ്റെ വേഷത്തിൽ നിന്നൊരു വേദോപദേശം പറയുന്ന പോലെയാണ് കമലിന് തോന്നി. കമലിനിങ്ങനെ അന്തമിട്ട് വായം തുറന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ശരി ഇനി ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് പറയണം. അന്നേരം വാ കമല എന്ന് വിളിക്കുമ്പോൾ വരൂ കമല എന്ന് വിളിക്കുന്നതായിട്ടാണ് ആ പള്ളിയിലച്ഛൻ്റെ വേഷത്തിൽ ശിവൻ നിൽക്കുന്നതായിട്ടാണ് കമലൻ തോന്നുന്നത്. അന്നേരം ഒന്നുകൂടി ഇടാ പോവാം എന്നിങ്ങനെ പറയുമ്പോൾ പോവാം എന്നിങ്ങനെ പറഞ്ഞിട്ട് കമലനും ശിവനും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ശിവനാണെങ്കിൽ വണ്ടിയിലേക്കും കയറുന്നുണ്ട്. അപ്പോൾ ശിവനാണെങ്കിൽ ആ ഒരു പള്ളിയിലച്ഛൻ്റെ ആ ഒരു വേഷമിട്ട് ജീപ്പിലേക്ക് കയറുന്നതായിട്ടാണ് തോന്നുന്നത്. അന്നേരം വന്ന് കയറടാന്നിങ്ങനെ പറയുമ്പോൾ വരൂ കുഞ്ഞാടെ എന്നിങ്ങനെ പറയുന്നതായിട്ടാണ് ഈ കമലിന് തോന്നുന്നത്. എന്നിട്ട് പോവാം എന്നിങ്ങനെ പറഞ്ഞിട്ട് കമൽ ഓടിച്ചെന്ന് വണ്ടി കയറുന്നുണ്ട്. കിളിപോയ അവസ്ഥ പോലെയാണ് കമലിനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് വണ്ടി കയറിയിട്ട് ശിവനിങ്ങനെ പോവാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പോകാം കുഞ്ഞാടെ എന്നിങ്ങനെ ചോദിക്കുന്ന പോലെയാണ് വീണ്ടും ശിവ അങ്ങനെ ആ ഒരു വെള്ള വസ്ത്രം ധരിച്ച ആ ഒരു പള്ളിയിലച്ഛൻ്റെ ലോഹമൊക്കെ ഇട്ട് ചോദിക്കുന്ന പോലെയാണ് ഈ കമലിന് തോന്നുന്നതൊക്കെ. അന്നേരം കമൽ ഇങ്ങനെ തല ഉലുക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ ദൂരം വണ്ടി പോകുന്നുണ്ട്. കുറേ ദൂരം ചെല്ലുമ്പോൾ കമൽ ചോദിക്കുകയാണ്, അല്ല ഒരു സംശയം ചോദിക്കട്ടെ, വിഷ്ണു ആശാനാണെങ്കിൽ പോലീസുകാരെ തല്ലുന്നൊരു ഹോബിയായിരുന്നു, ഈ ഡയലോഗ് സ്ഥിരം പറയാറുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. നിന്നേക്കാൾ കൂടുതൽ നക്ഷത്രമുള്ളവരെ തല്ലിയാണ് എനിക്ക് ശീലം, കാക്കിയുടെ മഹത്വം നീ എന്നോട് പറയേണ്ടെന്നുള്ള വിഷ്ണു പറയുന്നത് അത് വിഷ്ണു ആശാനാണ് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അതാണ് ഞാനും ആലോചിച്ചത്, ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്ന്. കിടക്കട്ടെ, ഒരു ഗമയ്ക്ക് അങ്ങോട്ട് കിടക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശിവൻ വണ്ടി ഓടിച്ചു പോവുകയാണ്. അന്നേരം ശിവനില്ല ലോഹയിട്ട് വണ്ടി ഓടിക്കുന്ന പോലെയാണ് ആ ഒരു കമലിനിങ്ങനെ തോന്നുന്നതൊക്കെ. ഇതേ സമയം പ്രകാശനാണെങ്കിൽ മാണിക്കോത്ത് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം സെക്യൂരിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡോക്ടറാണ്, മഹേന്ദ്ര സാറിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ചെല്ലാൻ പറയുന്നുണ്ട്. അന്നേരം ചന്ദ്ര മോളിൽ നിന്ന് കാണുന്നുണ്ട്. ഇവനിത് എന്ത് ഭാവിച്ചാന്നും പറഞ്ഞ് ചന്ദ്ര ഓടി ഇറങ്ങി വരികയാണ്. അന്നേരം നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറയാനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിർമ്മല ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ആരാ മോളെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ മഹേന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ആരാ എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ പേര് പ്രകാശൻ, ഞാനിവിടെ ഈ ക്ലിനിക്കിൽ ഒരു ഡോക്ടറാണ് അവിടെ വർക്ക് ചെയ്യുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ ശരി തന്നെ, ഇവിടെ എന്താ കാര്യം എന്നിങ്ങനെ പറയുമ്പോൾ ഞാനൊരു ആലോചനയായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ ആലോചന എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പ്രകാശനൊന്ന് പഠിക്കുന്നുണ്ട്. ചന്ദ്ര ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം എന്താണ് കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ ആദ്യം മഹേന്ദ്രനാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് മഹേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം അതെങ്ങനെ ഇവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്, ഞാനും ചന്ദ്രയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ മഹേന്ദ്രൻ ചന്ദ്രയെ തന്നെ നോക്കുന്നുണ്ട്. നിർമ്മലയെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് മഹേന്ദ്രൻ പെട്ടെന്ന് പറയുന്നുണ്ട് കല്യാണാലോചനയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മുറ്റത്ത് നിന്നല്ലല്ലോ സംസാരിക്കേണ്ടത്, ഭാഗത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ വിളിക്കുന്നുണ്ട്. പ്രകാശൻ കയറി പോവുകയാണ് മഹേന്ദ്രനൊപ്പം. എന്നിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്, ഇരിക്കുകയാണ്. ചന്ദ്രയും നിർമ്മലയൊക്കെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം പ്രകാശൻ എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ ഡോക്ടറാണെന്നല്ലേ പറഞ്ഞു, അതൊക്കെ പറയുന്നുണ്ട്. അന്നേരം പ്രകാശൻ്റെ ഈ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടു, നേരെ വാ നേരെ പോ, കാര്യങ്ങളൊന്ന് സംസാരിക്കാനായിട്ട് തോന്നിയല്ലോ, പക്ഷേ അത് പോരല്ലോ, ഒരു കല്യാണം എന്ന് പറയുമ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലല്ലേ. അപ്പോൾ പ്രകാശൻ്റെ അച്ഛനോടും അമ്മയോടും ഇവിടെ വന്ന് സംസാരിക്കാനായിട്ട് പറയും, എന്താ അതല്ലേ ശരി എന്നിങ്ങനെ പറയുമ്പോൾ പ്രകാശൻ പറയുകയാണ്, അത് എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, എന്നെ ഗാർഡിയൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഇവിടുത്തെ കളക്ടറാണ് ശാലിനി വിഷ്ണു, ചേച്ചിയോട് ഞാൻ വന്ന കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പോൾ ഈ മഹേന്ദ്രൻ ശാലിനിയുടെ പേര് കേൾക്കുമ്പോഴേ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. എന്നിട്ട് നിർമ്മലയ്ക്കും സ്വാമിയൊക്കെ ഉണ്ട്, സ്വാമിക്കും മനസ്സിലാവുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഇപ്പോൾ നേരത്തെ അറിയാം പ്രകാശൻ ആരും ഇല്ല എന്നുള്ളത്. അന്നേരം അത് ശരിയാവില്ലല്ലോ പിന്നെ പ്രകാശ, ഒന്നാമത് പിന്നെ നിൻ്റെ കളക്ടർ പദവി എന്നുള്ള ശാലിനിയുടെ പദവി അതൊരിക്കലും ശരിയാവില്ല, അച്ഛനും അമ്മയും എല്ലാവരും ഒക്കെ വേണ്ടേ, അതുകൊണ്ട് അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അത് സാർ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്, അതൊരിക്കലും ശരിയാവില്ല. കളക്ടറോടുള്ള ആ ഒരു ദേഷ്യമാണ് അവിടെ ആ ഒരു മഹേന്ദ്രനാണെങ്കിൽ കാണിക്കുന്നത്. എന്നിട്ട് ഇത് ഒരിക്കലും നടക്കില്ല, എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഇത് നടക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് സാറല്ലല്ലോ തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ പ്രകാശം പെട്ടെന്ന് ചോദിക്കുമ്പോൾ കളക്ടർ പദവി കയ്യിലുണ്ട് എന്നുള്ളൊരു അഹങ്കാരമായിരിക്കും, അത് മാണിക്കോത്ത് നിന്ന് വീട്ടിനകത്ത് നിന്ന് എന്നെ വെല്ലുവിളിക്കുന്നു എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ചന്ദ്രയുടെ വിഷമം കണ്ടിട്ട് പ്രകാശം പറയുന്നുണ്ട്, ചന്ദ്ര നീ വിഷമിക്കേണ്ട, നിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന
പോകാമെന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ നിന്നോട് ഇറങ്ങിപ്പോവാനല്ലേടാ പറഞ്ഞെന്നും പറഞ്ഞ് പ്രകാശൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങോട്ട് തള്ളുകയാണ്. ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നിങ്ങളാണ് എന്നെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയത്, ഇപ്പോൾ പിടിച്ച് തള്ളിയത് നിങ്ങളാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഒരു കാലത്ത് ഒരിക്കൽ നിങ്ങൾക്ക് എന്നെ ഈ വീട്ടിനകത്തേക്ക് ആനയിച്ച് കയറ്റേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ പ്രകാശനെ തല്ലാനായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ തല്ലുന്നില്ല. അന്നേരം ഇറങ്ങിപ്പോയി എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ ഈ വിവാഹം ഒരിക്കലും നടത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് എന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പ്രകാശനാകെ സങ്കടത്തോടെ ഇങ്ങനെ ചന്ദ്രയെ നോക്കിയിട്ട് അവിടെ നിന്ന് സങ്കടത്തോടെ ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം പ്രകാശൻ അങ്ങോട്ട് പോയ ശേഷമാണെങ്കിൽ ചന്ദ്രയുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നിന്നെ ഞാൻ വളർത്തി വലുതാക്കിയതുകൊണ്ടാണ് ഞാൻ കൊല്ലാത്തത്, ഇല്ലെങ്കിൽ ഞാൻ കൊന്നേണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് സ്വാമിയോട് പറയുകയാണ്, ആ ചെറുക്കൻ കൂട്ടരെ വിളിച്ചിട്ട് കല്യാണം നേരത്തെയാക്കാൻ പറ്റുമെന്ന് നോക്കുക, അല്ലെങ്കിൽ പാരമ്പര്യവും ഒന്നും ഇല്ലാത്തവരെ ആയിരിക്കും ഇനി വിളിച്ചുകൊണ്ട് വരുന്നത്, ഇങ്ങനെ ഓരോന്ന് കയറി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുന്നേ പ്രകാശൻ്റെ മുന്നിൽ വെച്ച് ചന്ദ്രയോട് പറയുന്നുണ്ട്, കൂടും കിടക്കൈ ഒന്നും ഇല്ലാത്തവനെയാണോ ഓടി പ്രേമിച്ചു കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നിർമ്മലയോടും പറയുകയാണ്, അവനെ പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹേന്ദ്രനും കയറി പോകുന്നുണ്ട്. ചന്ദ്ര ഇങ്ങനെ ആകെ കരഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം നീ ഇതെന്ത് ഭാവിച്ചാന്നിങ്ങനെ നിർമ്മല ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഓട്ടോയിൽ പ്രകാശൻ വീട്ടിലേക്ക് പോകുന്നത് ഇങ്ങനെ ആ കണ്ണാടിയൊക്കെ മാറ്റി കണ്ണീരൊക്കെ തുടച്ച് കരഞ്ഞൊക്കെയാണ് പ്രകാശനും പോകുന്നതൊക്കെ. അതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ശാരദാമ്മയാണെങ്കിൽ ഉമ്മർത്ത് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ശാലിനിയുടെ സങ്കടമൊക്കെ ഓർത്ത് മറ്റാർക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരിതമാണ് എൻ്റെ മോൾക്ക് വന്നിരിക്കുന്നതെന്ന് കരഞ്ഞ് പിന്നെ ആ ഒരു സങ്കടം അകറ്റാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ എന്നും പറഞ്ഞിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ശാരദാമ്മയാണെങ്കിൽ ഒരു പ്ലേറ്റിൽ ഉള്ളിയും കത്തിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം എന്താ ശാരദാമ്മ ഇത്, അമ്മയും മോൾക്ക് എന്താ പറ്റിയത്? ശാലിനിയാണെങ്കിൽ എന്തോ ദുരന്തം സംഭവിച്ച പോലെ വിഷമിച്ചിരിക്കുകയാണ്. ഒരു ചിരി പോലും അവളുടെ മുഖത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ എങ്ങനെ ചിരിപ്പിക്കാനുള്ള ആൾ ഒളിച്ചോടി നാട് വിട്ട് പോയിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഇനി അവർ തങ്ങളിൽ എന്തെങ്കിലും പിന്നെ വഴക്കോ മറ്റോ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല സത്യാമ്മ, അവർ നല്ല സ്നേഹത്തിരിക്കുമ്പോഴല്ലേ വിഷ്ണുവിൻ്റെ ഒളിച്ചോട്ടം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ എന്താ സംഭവിച്ചത്, ഇനിയിപ്പോൾ അവന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റോ ആയിരിക്കുമോ എന്ന് പറയുമ്പോൾ ശാരദാമ്മയാണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ ഒരു ചിത കത്തുന്ന സീനൊക്കെ മനസ്സിലെന്ന പോലെ കാണുകയാണ്. അന്നേരം എനിക്കും വിഷമമൊക്കെ ഉണ്ട്, ഞാൻ എന്നും ഉറക്കത്തിൽ സ്വപ്നമൊക്കെ കാണാറുണ്ട്, അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നതും കരയുന്നതും ഒക്കെ കാണാറുണ്ടെന്നിങ്ങനെ ഭാമ വിഷമത്തോടെ പറയുമ്പോൾ ശാരദാമ്മ മനസ്സിൽ പറയുകയാണ്, അവനെ ഒരിക്കലും വിഷ്ണുവിന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ലോകത്തേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്, നിങ്ങളെയൊക്കെ അവൻ കാണുന്നുണ്ട്, ഈ അമ്മയുടെ മടിയിലും തലവയ്ക്കാനായിട്ട് അവൻ ആഗ്രഹിച്ച് ഇവിടെയൊക്കെ ചുറ്റുമുണ്ട്, എനിക്കും ഇപ്പോൾ അവനെ കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ഞാൻ എന്തെങ്കിലും അടുക്കളയിൽ ജോലി ഉണ്ടോ നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ ഇവിടെ ശാരദാമ്മ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഉള്ളിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയും തൻ്റെ സത്യഭാമയും ആ ഒരു വിഷമമൊക്കെ ഇങ്ങനെ പറയുകയാണ് വിഷ്ണുവിനെ കുറിച്ചുള്ളതൊക്കെ. അന്നേരം ശാരദാമ്മ പിന്നീട് ഒന്നും പറയുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ഞാൻ അടുക്കളയിലേക്ക് പോകാം, പിന്നെ സത്യാമ്മ ഇത് തൊലിച്ചിട്ട് അങ്ങോട്ടത്തേക്ക് കൊണ്ടുവന്നാൽ മതി പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഭാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. ഈ ഒരു എപ്പിസോഡാണ്, ഇത്രയും വിശേഷങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അതിൽ മെയിൻ അവർ കാണിക്കുന്നതായിട്ട് വന്നതെന്ന് വെച്ചാൽ വിഷ്ണു ആണെങ്കിൽ കമലിനാണെങ്കിൽ ശിവനിൽ വിഷ്ണുവിനെ കാണുന്ന ആ ഒരു സീനാണ്. ശിവനെ ഇപ്പോൾ ആശാനിൽ നിന്ന് തന്നെയാണ് കമലൻ വിളിക്കുന്നതൊക്കെ. ആ ഒരു ഇതിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ ആയിരിക്കും ചന്ദ്ര വന്നിട്ട് പ്രകാശം വന്നിട്ട് കല്യാണം ആലോചിച്ചല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷനൊക്കെ എടുത്ത് കാണും. ഇനി ആ ഒരു ഹൃദയമാറ്റമൊക്കെ കാണിക്കുന്നതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിലാണ്.